കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കലം വരവ്. ഇരിട്ടിക്കടുത്തുള്ള മുഴക്കുന്ന് ഗ്രാമത്തിലെ നെല്ലൂർ ദേശവാസികളായ കുശവ സമുദായത്തിൽപ്പെട്ട പാരമ്പര്യ സ്ഥാനികന്റെ നേതൃത്വത്തിലാണ് കലം പൂജയ്ക്കാവശ്യമായ കലങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അത്യന്തം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ നിർമ്മിക്കുന്നതാണ് ഈ കലങ്ങൾ. അക്കരെ കൊട്ടിയൂരിൽ നടക്കുന്ന പ്രധാന പൂജകൾക്കുള്ള കലങ്ങൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചാണ് എത്തിക്കുന്നത്. അല്ല, ഇതിപ്പം നമ്മുടെ ഈ കല ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടാണോ കൊണ്ടുവന്നത്? ഇത് എങ്ങോട്ടാണ്? ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. അതായത് ആകെ 156 കരങ്ങളുണ്ടാവുക. 12 ഒരു 2 നിരയിൽ 12 എണ്ണം വെച്ചിട്ട് 10 കെട്ടും, അങ്ങനെ 120. പിന്നെ 18 എണ്ണം 3 നിരയിൽ 6 എണ്ണം വെച്ച് 18 എണ്ണം ഉള്ളത്, 18 36 ഉള്ളത്, അങ്ങനെ മൊത്തം 156 കരങ്ങളാണ് ഇവിടുന്ന് കുട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആകെ 12 പേരുണ്ടാവും. 12 പേരാണ് കൊണ്ടുപോകുന്നത്. ഇത് എപ്പോഴാണ് കുട്ടിയിലെത്തുക? ഇവിടുന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി പോകും. വൈകുന്നേരം 6 മണി 6:50 ആകുമ്പോൾ ഗണപതി പുറത്തെത്തും. അതിനുശേഷം രാത്രി 8 മണിയോട് കൂടിയിട്ട് അവിടുന്ന് കുട്ടിയിലേക്ക് പോകും. രാത്രിയെ പോകും അവിടുന്ന്. അതിന് പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് പുറത്ത് പറയാൻ പറ്റാത്ത ചടങ്ങുകൾ. അത് വേണ്ട, പറയാത്തത് പറയണ്ട. ഞങ്ങളിത് സാധാരണ കാലാകാലങ്ങൾ നമ്മൾ കെട്ടുന്നു. നിങ്ങൾ തന്നെ ഇതിന്റെ അവകാശികൾ, സ്ഥാനികർ താനൂർ ശ്രീജിത്ത് ഗണേശൻ മാഷാണ് ഇവരുടെ സ്ഥാനികരല്ലേ? അപ്പോൾ ഇത് കല ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് മാത്രം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഓക്കെ. ശിവശങ്കര പാർവതികാന്ത പരമേശ്വര ശിവ പാലയ മാം മൃത്യുഞ്ജയനേ കാലാന്തകനേ അഭയം തരണേ ജഗദീശ. ഓം ശിവശങ്കര പാർവതികാന്ത. വൈശാഖോത്സവത്തിന്റെ 6ാം ഘട്ടമായ മകന്നാൾ തൊട്ടുള്ള അകം ചടങ്ങുകൾക്കാണ് കലങ്ങൾ എത്തിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് കലം വരവ്. യാഗോത്സവത്തിന്റെ അതിപ്രധാനമായ ചടങ്ങുകളാണ് മകം, പൂരം, ഉത്രം നാളുകളിൽ നടക്കുന്ന കലശപൂജകൾ. ഈ ചടങ്ങുകൾക്കാവശ്യമായ മൺകലങ്ങൾ അക്കരെ ക്ഷേത്രത്തിലെത്തിക്കുന്ന ചടങ്ങാണ് കലം വരവ്. കാക്കയങ്ങാട് നെല്ലൂർ സ്ഥാനികരാണ് ഇതിന്റെ അവകാശികൾ. സ്ഥാനികർക്കുള്ള ഓലക്കുടകൾ കുടക്കാർ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുന്ന കലങ്ങൾ കെട്ടുകളാക്കി വേർതിരിച്ചു വെച്ചിട്ടുമുണ്ട്. കുലാലയ സമുദായത്തിൽപ്പെട്ട നെല്ലൂരാൻ സ്ഥാനികനാണ് കലം എഴുന്നള്ളിച്ച് എത്തിക്കേണ്ടത്. 4 തറവാട്ടുകാരാണ് നെല്ലൂരന്മാർ. കലം കൊണ്ടുപോകേണ്ട മുഴുവൻ പുരുഷന്മാരും വ്രതത്തിലായിരിക്കും. 12 പേരാണ് കലം എഴുന്നള്ളിക്കാൻ പുറപ്പെടുന്നത്. നെല്ലൂരാൻ സ്ഥാനികൻ മുഴുവൻ സമുദായ അംഗങ്ങളെയും കലം എഴുന്നള്ളിക്കാൻ ക്ഷണിച്ച് സ്ഥാനികന്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ 12 പേരാണ് കലം എഴുന്നള്ളിക്കുക. ആദ്യം 12 എണ്ണം വീതം 10 കെട്ടുകളാക്കിയും 18 എണ്ണം വീതം പനയോലകളിലാക്കി 2 കെട്ടുകളാക്കിയും വെക്കും. 156 കലങ്ങളും പനയോലകളിലാണ് കെട്ടിവെക്കുക. ഈ ചടങ്ങു കാണാൻ നിരവധി ഭക്തജനങ്ങൾ സ്ഥലത്തെത്തിയിട്ടുമുണ്ട്. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ് അവർക്ക് ഒരുക്കി വിളമ്പണം. ഊണ് കഴിക്കാനായി വരാന്തയിൽ നിരന്നിരിക്കും. ഓരോ കലം നിറയെയാണ് ഊണ് അളന്ന് വിളമ്പുന്നത്. അതിനുശേഷം ആ കലം പൊട്ടിച്ചു കളയുന്നു.
യഥാർത്ഥത്തിൽ ഇവരാരും ഭക്ഷണം കഴിക്കുന്നില്ലെന്നതാണ് പ്രത്യേകത. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ വിളി കേട്ട കലക്കാർ ഊണ് മതിയാക്കി വിളമ്പാൻ ഉപയോഗിച്ച കലങ്ങൾ എറിഞ്ഞുടച്ച് നേരെ കുളക്കരയിലേക്ക് ഓടുന്നു. ശേഷം കൊണ്ടുപോകേണ്ട കലങ്ങൾ പുതുവസ്ത്രം മാറിയ ശേഷം കെട്ടുകളാക്കി വെച്ച കലങ്ങൾ ഓരോന്നായി എടുത്ത് പനയോലകളിൽ പൊതിഞ്ഞ് കയർ കൊണ്ട് വരിഞ്ഞ് മുറുക്കി ഭദ്രമാക്കുന്നു. കലക്കാർ കലവുമായി സന്നിധാനത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഷർട്ട് ധരിക്കാതെ മുണ്ട് തറ്റുടുക്കുന്നു. യാത്രാവേളയിൽ പ്രത്യേകം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് പോവുക. പുറപ്പെടുന്നതിന് മുമ്പേ പ്രാർത്ഥന നടത്തി ഭസ്മക്കുറി വരയ്ക്കുന്നു. കലം തലയിലേറ്റി എഴുന്നള്ളിച്ച് 12 കലക്കാർ മുന്നിലും അവർക്ക് പിറകിലായി നെല്ലൂരാൻ സ്ഥാനികനും പിന്തുടരും. ഓലക്കുടയും കാക്കവിളക്കുമായാണ് യാത്ര പോകുന്നത്. മുന്നിൽ കാരണവരും അതിനു പിറകിലായി ബാക്കി കലക്കാരും ഏറ്റവും പിറകിലായി നെല്ലൂരാൻ സ്ഥാനികരുമാണ്. വഴിമധ്യേ കൊക്കക്കാവ്, മണത്തണ, ചപ്പാരപ്പടവ് എന്നിവിടങ്ങളിൽ കലങ്ങൾ താഴെ വെച്ച് ഓംകാര ശബ്ദം മുഴക്കുന്നു. വിശ്രമത്തെ തുടർന്ന് യാത്ര തുടരും. പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സംഘം കലമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. കലം വരും നാളിലെ രാത്രിയിൽ മനുഷ്യരെല്ലാം വഴിയിൽ നിന്നും ഒഴിവാകും. ഈ ചടങ്ങ് കാണാൻ ആർക്കും അനുവാദമില്ല. വഴിയോരങ്ങളിലെ എല്ലാ വൈദ്യുതി വിളക്കും അണക്കും. മകന്നാളിൽ വൈകുന്നേരം 1000 കുടം അഭിഷേകം കഴിഞ്ഞ് പൂജ മുഴുമിപ്പിച്ചാൽ കലം വരവിന് മുന്നോടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ബ്രാഹ്മണർ കലം വരവും കാത്ത് തിടപ്പള്ളിയിൽ കണ്ണടച്ച് ധ്യാനനിരതനായിരിക്കും. രാത്രികാലം സന്നിധാനവും അന്ധകാരത്തിലമരണം. വഴിയോരങ്ങളിലെയും സന്നിധാനത്തിലെയും വൈദ്യുതി വിളക്കുകൾ പൂർണ്ണമായും അടക്കും. കലമെഴുന്നള്ളുത്തുകാർ രാത്രിയിൽ പച്ചിലകൾ മാത്രം ധരിച്ച് മേലാകെ ഭസ്മം പൂശി അലറിക്കൊണ്ടാണ് കൂരിരുട്ടിൽ നിഗൂഢമായ വഴിയിലൂടെ അട്ടഹാസങ്ങളോടെയാണ് പാഞ്ഞു പോകുന്നത്. നെല്ലൂരിൽ നിന്നും പുറപ്പെട്ട സംഘം ഈ കലങ്ങൾ പൂജയ്ക്കായി ദിവസേന നെല്ലൂരാൻ സ്ഥാനികൻ ആണ് എടുത്തു കൊടുക്കുക. കലശപൂജ ചടങ്ങുകൾ കഴിഞ്ഞാൽ തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും.